നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ, ഇല്ലേ? എന്താ നിങ്ങൾക്ക് ആഗ്രഹം? ശുദ്ധീകരണ സ്ഥലത്തിൽ പോകണോ, സ്വർഗത്തിൽ പോകണോ? എന്താ വേണ്ടേ? സ്വർഗത്തിൽ പോയാൽ മതി. അപ്പം ഈ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മരണാനന്തര ജീവിതം. വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും അവസാനത്തെ ഒറ്റ ലൈനാണത്. എന്താണ് ആ ലൈൻ? വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം പറയുന്നത് നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഒന്ന്, ഒരുപാട് തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ നമ്മളിൽ എന്തുപറ്റി CCC ഉള്ളവരെടുത്ത് വെച്ചോളൂ. നമ്മളീ പഠിക്കുന്നതെല്ലാം ഇത് മുഴുവനും CCCയിൽ നിന്ന് എടുത്ത് വായിച്ച് പഠിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു സംശയവും ഇത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇത് എനിക്ക് കിട്ടിയ ഒരു പ്രൈവറ്റ് റെവലേഷനോ ആർക്കും കിട്ടിയ ഒരു റെവലേഷനോ അല്ല, സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെഡി? നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നിത്യതയിലേക്ക് നയിക്കുന്ന നിത്യാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ നിത്യമായ ജീവിതത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചും ഉള്ള ജ്ഞാനം നൽകണമേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഓ പരിശുദ്ധാത്മാവേ, ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവെ സഹായിക്കണേ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. കാരണം മറ്റ് ഉള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. ഉദാഹരണത്തിന് കർത്താവ് യേശു ജനിച്ചു, അതിൽ സംശയമൊന്നുമില്ല നമുക്ക്, ഇല്ലേ? മരിച്ചു, അതിലും സംശയമില്ല. ഉയർത്തു, സംശയമില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക്. പക്ഷേ അവൻ വീണ്ടും വരും എന്നത് നടന്നിട്ടില്ല, ഇല്ലേ? അത് നടന്നിട്ടില്ലാത്ത കാര്യമാണ്. അത് നടക്കുമോ? അത് വരുമോ? ഇതിൽ അപ്പോൾ ഈ നടക്കാനിരിക്കുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തെ ശക്തമാക്കുന്നത്. നമ്മുടെ ശരീരം ഉയർക്കുന്നു. എന്തീ പറയണേ? ഇത്രയും തടിയുള്ള ഈ ശരീരം, ഈ ജോൺസണും ഈ ഫ്രാൻസിസും ഒക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടി ഉയർത്തുവന്ന എവിടെ നിൽക്കും? ഇങ്ങനെയൊക്കെ പല ചിന്തകളാണ് നമുക്കുള്ളത്, അല്ലേ? ഉയർക്കുമോ നമ്മൾ? ഈ ശരീരം, ചീഞ്ഞു പോണ ശരീരം എങ്ങനെ ഉയർക്കണേ? അപ്പോൾ വിശ്വാസത്തിൽ നമ്മളിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ വിശ്വാസം എന്താ പറയണത്, യൂദയായിൽ നിന്ന് പർവ്വതത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് ഓടിക്കയറണം, ഉരമുകളിലുള്ളവൻ താഴോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. സമതലത്തിൽ നിൽക്കുന്ന വിശ്വാസം ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറണം. എന്നാൽ പുരമുകൾ എന്ന് പറഞ്ഞാൽ ഈ സമനിലവും മലമുകളിനും ഇടയ്ക്കുള്ള ഒരിതാണ്. അവൻ താഴോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വിശ്വാസമുള്ളവൻ താഴോട്ട് വരരുത്, അവനും ഉയരത്തിലേക്ക് പോകണം. വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ വിശ്വാസ പ്രമാണത്തിലെ നമുക്ക് വായിക്കാം. കാറ്റഗിസത്തിൽ 988
നമ്പറിലാണ് ഈ ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നതെന്ന് വായിക്കാം. ക്രൈസ്തവ വിശ്വാസ പ്രമാണം, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണാത്മകവുമായ പ്രവൃത്തിയിലും നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. മരിച്ചവരുടെ ശ്രദ്ധിക്കണം, ഈ ക്രൈസ്തവ വിശ്വാസം ആ സൃഷ്ടിപരവും, നിങ്ങൾ സംസാരിക്കരുത് ഇപ്പോൾ, സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരണാത്മകവുമായ പ്രവൃത്തിയിലും നമുക്കുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനം മരിച്ചവരുടെ അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവിതത്തിലുമുള്ള പ്രഖ്യാപനത്തിൽ മകുടമണിയുന്നു. അതാണ് അവസാനത്തെ വാക്കെന്താ? മകുടമണിയുന്നു. അപ്പം നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ മകുടമണിയുന്ന പോയിന്റ്, അതിൻ്റെ ഹൈ പോയിന്റ് എന്താ? ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഉള്ള വിശ്വാസമാണ്. അപ്പോൾ ഇതിൽ 8 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. 8 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം. 8 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞുള്ള ഒന്നിപ്പോൾ ചിന്തിക്കരുത് കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഒന്നും ചിന്തിക്കാതെ നമ്മളിവിടെ കേൾക്കുന്നത് സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നാണ്. ഇതിനപ്പുറത്ത് വേറൊരു പ്രബോധനമില്ല. അതുകൊണ്ട് കർത്താവേ, ഇത് സ്വീകരിക്കാനുള്ള ആ തുറവി തരണമേ, ഇതെൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. പണ്ടെന്തെല്ലാം കേട്ടിട്ടുണ്ടോ അതെല്ലാം എന്തെങ്കിലും പൂർണ്ണമാകാത്തതാണെങ്കിൽ, അപൂർണമായവയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പൂർണ്ണമായത് കേൾക്കുമ്പോൾ അപൂർണമായവ താനെ പോയിക്കൊള്ളും. നമ്മൾ ആരെയും വിമർശിക്കണ്ട. അപ്പോൾ ആ പൂർണ്ണമായവയിലേക്ക് നമ്മളിപ്പോൾ കാലുവയ്ക്കാൻ പോവുകയാണ്. ഇതിൽ 8 കാര്യങ്ങളുള്ളത്. ആദ്യം, ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, ശരീരത്തിൻ്റെ ഉയർപ്പ്. 2, എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? മരണം. 3, തനത് വിധി. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന ഒന്നാണ് പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ് അഥവാ തനത് വിധി. 3. 4, സ്വർഗം. 5, ശുദ്ധീകരണ സ്ഥലം. 6, നരകം. 7, അന്ത്യവിധി. 8, പുതിയ ആകാശം, പുതിയ ഭൂമി. അതാണ് നമ്മളുടെ ക്ലൈമാക്സ്, നമ്മുടെ ലക്ഷ്യം. പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പോൾ ഇതിന് ഞാൻ ഒന്നൊന്നായിട്ട് വിവരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടാകും. ഓക്കെ, റെഡി? എന്താണ് അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. നമ്പർ ഇത് ഇനി വീണ്ടും പറയും. നിങ്ങൾ എഴുതി എടുത്തതിന് പ്രശ്നമില്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എഴുതണമെന്നില്ല. ഇത് അവസാനം എല്ലാവർക്കും CD തരാൻ പോകുന്നതാണ്. ഈ 6 ദിവസത്തെ ധ്യാനത്തിൻ്റെ മുഴുവൻ ഓഡിയോ റെക്കോർഡിംഗ് അടങ്ങുന്ന ഒറ്റ CD-യിൽ MP3-യിൽ ഇത് കംപ്ലീറ്റ് ആക്കിത്തരും. അതുകൂടാണ്ട് സങ്കീർത്തനങ്ങൾ 41 ഇപ്പോൾ പഴയ പാട്ടുകൾ നമ്മുടെ ഉണ്ട്, അതൊക്കെ അതിനകത്ത് ചേർത്ത് ഒരു CD-യിലാക്കി തരും. അത് എല്ലാവർക്കും കിട്ടും. കാശ് തന്നാലും തന്നില്ലെങ്കിലും കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൃതി പിടിച്ച് അവിടെ ഇവിടെയും നോക്കണ്ട, അത് പോയിക്കോട്ടെ, പിന്നെ നമുക്ക് എഴുതാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിച്ച് ഇപ്പോൾ ശ്രദ്ധ മാറ്റേണ്ട, ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഇത് നമ്മുടെ സാധാരണ മനസ്സിനോ ബുദ്ധിക്കോ മനസ്സിലാവുന്ന കാര്യമല്ല, അതീതമാണതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മളിപ്പോൾ തന്നെ കേട്ടു ശരീരത്തിൻ്റെ ഉയർപ്പ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്ക് മുമ്പുള്ള ക്ലാസ് അവസാനിച്ചത്, ഞാൻ അവിടെ അവസാനം ഇച്ചിരി ധൃതിയിലായിരുന്നു, കുർബാനയ്ക്ക് സമയം കൂടി
ഷുഗറുള്ളവരൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനും വിറയ്ക്കാൻ തുടങ്ങിയായിരുന്നു കുറച്ചൊക്കെ. ഇൻസുലിൻ അടിച്ചു കഴിഞ്ഞിട്ട് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല വിചാരിച്ച് ഞാൻ വേഗം നിർത്തി. അവിടെ വിശദമാക്കേണ്ടിയിരുന്നൊരു കാര്യം ഒരുപക്ഷെ അപ്പം നിർത്തിയത് നന്നായി. ഇപ്പോഴാണ് അതിൻ്റെ വിശദീകരണത്തിൻ്റെ സമയം. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചതാണെങ്കിലും വീണ്ടും വായിക്കുകയാണ്. 997 പറയുന്നത് എന്താണ് ഉയർപ്പ്? എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യ ഭാഗം മരണം, ചെറുതായിട്ടൊരു സൂചന കൊടുത്തിട്ടുണ്ട്. എന്താണ് മരണം? മരണം എന്നത് ആദ്യമായിട്ട് പറയാം, അതൊരു ദുശകുനമല്ല, അതൊരു സാഡ് ന്യൂസ് അല്ല, അതൊരു ദുഃഖവാർത്തയല്ല. നമ്മൾ സാധാരണ ഓരോരുത്തരുടെ വീട്ടുകാരുടെ ദുഃഖം പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് മരണവാർത്ത കറുത്ത പെയിൻ്റൊക്കെ അടിച്ചുള്ള കടലാസിൽ എഴുതിയേക്കും. കറുത്തായിരിക്കും എല്ലാം. എന്തുകൊണ്ടാണ്? മരണമാണ്. ഇന്നയാൾ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം ദുഃഖസമേതം അറിയിക്കുന്നു. എനിക്കറിഞ്ഞൂടാ, ഇപ്പം ഞാനായാലും അത് തന്നെ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം മാറ്റമുള്ളതെന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും എന്നാ സന്തോഷമായി, അവർ മരിക്കാൻ കാത്തിരിക്കാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ചില ഒരുപാട് വികലമായ ചിന്തകൾ നമ്മളിൽ കിടക്കുന്നുണ്ട്. മരണം ഒരു ദുഃഖമല്ല. മരണത്തിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണ്? ഉയർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കർത്താവ് ഈശോ മിശിഹ തന്നെ മരിച്ചത് എന്തിനാ? ഉയർക്കാൻ വേണ്ടിയാണ്. ഈശോ എവിടെയെല്ലാം തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർക്കും, ഉയർക്കും. ഇപ്പം പെട്ടെന്ന് ഇച്ചിരി കൂടി വിശദമാകാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത്, ഈസ്റ്റർ എഗ് ഉയർപ്പ് കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ വളരെ അധികം ഉപയോഗിക്കും. ഈസ്റ്റർ എഗ് പല കളറിലെടുത്ത കോഴിമുട്ട പുഴുങ്ങിയത് എല്ലാവർക്കും കൊടുക്കും. ഈസ്റ്റർ എഗ് എന്താണ് അതിൻ്റെ സൂചന? അതിൻ്റെ പ്രതീകം എന്താണ്? ഉയർപ്പ്. എങ്ങനെയാണ് ഈ മുട്ട ഉയർപ്പാകണത്? ഓക്കെ, അപ്പോൾ ഈ കോഴിക്കുഞ്ഞ് ഉണ്ടാകുന്നതിൻ്റെ പ്രോസസ്സ് എന്താ? ഈ തള്ളക്കോഴി ഈ മുട്ടയുടെ മേൽ അടയിരുന്ന് കഴിയുമ്പോൾ 21 ദിവസം കഴിയുമ്പോൾ മുട്ട വിരിയും. എന്താ നമ്മൾ പറയുന്നത്? മുട്ട വിരിയും. ഇവിടെ ശ്രദ്ധിക്കണം, ആ മുട്ട വിരിഞ്ഞ് ഈ കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നതിന് ഈ തള്ളക്കോഴി അതിൻ്റെ ഷെല്ല്, അതിൻ്റെ എന്താ പറയുക, മുട്ടയുടെ തോട് കുത്തി പൊട്ടിച്ചിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് അത് പൊട്ടിക്കുന്നത്? അത് കോഴിക്കുഞ്ഞ് തന്നെ അകത്തുനിന്ന് പൊട്ടിക്കുന്നതാണ്. അതൊരു വലിയ വാർത്തയാണ്. അതായത് ഈ മുട്ടയുടെ അകത്ത് തന്നെ അത് ജീവനുണ്ട്. അത് പുറത്തു വരാനുള്ള കഴിവ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എന്ന പോലെ കർത്താവ് ഈശോ മിശിഹ മരിക്കുന്നതിന് മുമ്പ് തന്നെ പറയാറുണ്ടായിരുന്നു, അവരെന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം ദിവസം പുറത്തു വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് മരിക്കാനും ഉയർക്കാനുമുള്ള അധികാരം എൻ്റെ പിതാവ് തന്നിട്ടുണ്ട്. ഞാൻ സ്വയമേവ ഉയർക്കാം. അതാണ് അതിൻ്റെ വലിയൊരു പോയിൻ്റ്. ഈശോയ്ക്ക് മരിക്കുമ്പോൾ തന്നെ ഉയർക്കാനുള്ള ശക്തിയുമായിട്ടാണ് മരിക്കണേ. അപ്പോൾ പിന്നെ ഈ മരണം എന്താ? അതാണ്, അവൻ തൻ്റെ മരണത്താൽ മരണത്തെ ജയിച്ചു. ഇന്ന് മരിച്ചവരുടെ പാട്ടുകുർബാനയുടെ അവസാനത്തെയും മരണ എന്ന് പാടിയച്ചോ,
മരണത്താലേ മരണത്തിന്മേൽ പാട്ടുകാരൊക്കെ പോയി. ആ കുർബാന പുസ്തകം ഒന്ന് കൊടുത്ത്. ഇവിടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, അതെടുത്ത്, ഈ കറുത്ത പുസ്തകം. അച്ഛനോട് കൊടുക്കുക, അച്ഛന്. ഇതിനകത്തുണ്ടോ? രണ്ട് കണ്ണട ഇവിടെ വന്നു. അച്ഛനൊന്ന് പാടിയേ. മരണം മൂലം മരണത്തെ ഓക്കെ, കാര്യത്തിലുള്ളൂ. മരണം മൂലം മരണത്തെ വിജയിച്ചവൻ. അപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അകലേണ്ട ഒരു തെറ്റായിട്ടുള്ള ബോധ്യം, മരണം ഒരു പരാജയമല്ല. മരണം ഒരിക്കലും ഒരു പരാജയമല്ല. മരണം വിജയമാണ്. മരണത്താൽ മരണത്തിൻ്റെ മേൽ വിജയം, അല്ലേ? ഒന്ന് പാടിച്ചത്. ആ ചേച്ചി ഒന്ന് പാടിയേ. ഇത് അവിടെ എക്സ്പെർട്ട് ഇരിക്കണം, ഒന്ന് പാടിയേ. ഒച്ചയിൽ പാടിക്കോ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്ത. കണ്ടോ? എല്ലാവരും ഒന്ന് പാടിയേ. അതെല്ലാവരും ഉച്ചത്തിൽ പാടിയേ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ. മതി 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 മതി. ആ എന്താ സിസ്റ്റർ പാടിക്കുന്ന? ഒന്ന് പാടിക്കോ, ഉച്ചത്തിൽ പാടിയൊന്ന്. മരണം മൂലം. ഓക്കെ. അപ്പം ഇത് വലിയ ഒരു വിജയമാണ് നമ്മളത് വിശ്വസിക്കുമ്പോൾ. ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ അയ്യോ അതൊരു, മറിച്ച് പ്രൈസ് ദ ലോർഡ്, അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ച് കർത്താവ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നതാണ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ വചനം ഒന്ന് വായിക്കണമെന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം എവിടെയാണ്? 18 10:18 നോക്കി. 10:17-18 10:17-18 ഇത് കാണാം. എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഈശോ പറയാണ്, എനിക്ക് അധികാരം തന്നിരിക്കുന്നു. എന്തിനാ അധികാരം? എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാനും എന്നെ തന്നെ തിരിച്ചെടുക്കാനും അധികാരം തന്നിരിക്കുന്നു. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. ഞാൻ അത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സമർപ്പിക്കാനും എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ മരിക്കാനും, മരിച്ച എനിക്ക് തന്നെ അധികാരമുണ്ട്. മരിച്ച ആൾക്ക് പിന്നെ അധികാരം എങ്ങനെ ഉണ്ടാവണേ? അതാണ് ഈ സർവാധിപൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തു മരിച്ച അവസ്ഥയിൽ ക്രിസ്തുവിനെ ഉയർക്കാനുള്ള ശക്തി അതിനകത്തുണ്ട്. അവൻ്റെ സ്വന്തം ശക്തി കൊണ്ടാണ് ഉയർക്കുന്നത്. എങ്ങനെ ശക്തി കിട്ടി? അത് പിതാവിൽ നിന്ന് കിട്ടിയതാണ്. എപ്പോൾ കിട്ടി? അത് മുൻപേ കിട്ടിയിട്ടുണ്ട്. ആ മുൻപേ കിട്ടിയ ശക്തിയും കൊണ്ടാണ് ആൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ഉയർക്കുന്നതും ഉള്ളിൽ നിന്ന് തന്നെയുള്ള ശക്തി കൊണ്ടാണ്. അതാണ് കോഴിമുട്ട വിരിയുന്നത് പുറത്തുനിന്ന് തള്ളക്കോഴി അതിനെ കൊത്തി പൊളിപ്പിച്ചതിനല്ല. ചൂട് കൊടുക്കുന്നു, തള്ളക്കോഴി അതിനെ ചൂട് കൊടുക്കുന്നു. പക്ഷേ ശക്തി അകത്തുനിന്നാണ് പുറത്ത് വരുന്നത്. ആ കോഴിക്കുഞ്ഞ് പൊട്ടി വിടർന്ന് എത്ര മനോഹരമാണ്, അത്ര. ഓക്കെ. അപ്പോൾ ഉയർപ്പിൻ്റെ ഒരു കാതലായ കാര്യം, ഉയർപ്പിൻ്റെ ആ ശക്തിവിശേഷം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. അതാണ്, മരിക്കണം. എന്നാൽ മരണം എന്നതിന് അതിന് മരണത്തെക്കുറിച്ച് എടുക്കുമ്പോൾ പറയാം നമുക്ക്. അപ്പോൾ മരണം എന്നത് ശരീരവും ആത്മാവും തമ്മിലുള്ള 997 മരണത്തിൽ
ശരീരം ആത്മാവിനെ വിട്ട് വേർപെടുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി അത്രയുള്ള വ്യത്യാസം. ശരീരം അവിടെ തന്നെ ഉണ്ട്, ആത്മാവ് അവിടെ. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വേർപെട്ടു. ഇത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസിൽ വലിയ ഒരു മാറ്റവും വരുന്നില്ല. ഇത് രണ്ടും കൂടി കൂടിയിരിക്കുമ്പോൾ ഇവിടുത്തെ ഈ ലോകത്തിലെ ജീവനുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ആത്മാവിൽ ജീവനുണ്ട്. ആ ആത്മാവ് ദൈവത്തെ വായിച്ചോളൂ, ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. അതേസമയം മഹത്വീകൃത ശരീരവുമായി പുനരൈക്യപ്പെടാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു ആത്മാവ്. തുറന്ന് വായിക്കാം. ദൈവം തന്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാവിനോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഇത് കംപ്ലീറ്റ് ദൈവത്തിൻ്റെ പ്ലാനാണ്. 977 നമ്മളിത് വിശ്വസിക്കുമ്പോൾ അതാണ് ഈ അടുത്ത് വരുന്നത്. അപ്പോൾ അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരം ഉയർക്കും എന്ന് ഇപ്പോൾ വിശ്വസിക്കണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ? അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരം ഉയർക്കും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അന്ത്യദിനത്തിൽ ഉയർക്കാനുള്ള ആ ഉയർപ്പിൻ്റെ അനുഭവം ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടും. പ്രൈസ് ദ ലോർഡ്. അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരം ഉയർക്കും എന്ന് വിശ്വസിക്കുമ്പോൾ, എപ്പോൾ വിശ്വസിക്കണം? ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ അന്ത്യദിനത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ഉയർപ്പിൻ്റെ മുൻകൂർ അനുഭവം ഇപ്പോൾ നമുക്ക് കിട്ടും. അതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ഇതാണ് ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ. ക്രിസ്ത്യാനിയുടെ ഒരു സാധാരണ ആത്മീയത എന്ന് പറഞ്ഞാൽ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലുള്ളൊരു ജീവിതമാണത്. അതാണ് കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ കുർബാനയിൽ ആവസിച്ച് ആശീർവദിക്കേ. വായിച്ചോ, മൈക്കിൽ വായിക്കേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും. ഉണ്ടോ? മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശ. ഈ പ്രത്യാശ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ വലിയ ആത്മധൈര്യമാണ്, വലിയ ഒരു ആത്മധൈര്യമാണത്. ഇനി ഈ പശ്ചാത്തലത്തിലാണ് ഈ ലാസറിൻ്റെ ഉയർപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യോഹന്നാൻ്റെ 11-ാം അധ്യായത്തിൽ ഈശോ ഇതിനെക്കുറിച്ച് ഇതിനെ ഒരു അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അന്ത്യദിനത്തിൽ ബാബു എവിടെ പോണേ? ഇത് കേൾക്കട്ടോ, വേഗം ഇത് വിട്ടില്ലേ, ഇത് കേട്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. യേശുവിനെ എല്ലാവരും കാണുന്നത് ഒരു രോഗശാന്തി കൊടുക്കുന്ന ആളാണ്. അവൻ അവരുടെ സിനഗോഗുകളിലും എല്ലാം നടന്ന് ഗലീലി മുഴുവനും ചുറ്റി നടന്ന് സകല രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി.
അങ്ങനെ യേശുവിൻ്റെ കീർത്തി വളരെയധികം വലുതായി. എന്തായിട്ട്? യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ എല്ലാ രോഗം മാറും. അപ്പോൾ യേശു ഈ ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ അനുഭവമാണെന്നും അന്ത്യദിനത്തിലുള്ള ഉയർപ്പിനെ മുൻകൂർ ഇവിടെ വെച്ച് അനുഭവിപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്നത് പറയാനും പഠിപ്പിക്കാനും ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു ആ ഡെമോൺസ്ട്രേഷൻ കൊടുക്കണമെങ്കിൽ ഒരാൾ ഉയർക്കണം, ഒരാളെ യേശു ഉയർപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അതിനു മുമ്പ് പല ഉയർപ്പുകളോട് നടന്നിട്ടുണ്ടെങ്കിലും ഈ പ്രബോധനത്തെ ചേർത്തുകൊണ്ട്, ഇതിൻ്റെ പ്രബോധനത്തോട് ചേർത്തുകൊണ്ട് കാണിക്കണം. അതിനു മുമ്പ് ഉയർപ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ജൈറസ് എന്നിട്ട് യേശുവിനോട് പറയാണ്, എൻ്റെ മകൾ മരിച്ചു, അങ്ങ് വന്ന് ഒന്ന് കൈവച്ചാൽ അവൾ ഉയർക്കും. ക്രൈസ്തവർ. അപ്പോൾ ആ വിശ്വാസം നോക്കി. അദ്ദേഹം ഒരു സിനഗോഗ് അധികാരിയായിരുന്നു, ഫരിസേയനായിരുന്നു, നിയമജ്ഞനായിരുന്നു, സിനഗോഗ് അധികാരി. എങ്കിലും അദ്ദേഹത്തിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിനെ ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ യേശു എന്ത് ചെയ്തു? ഒരു ഗിന്നി പിഗായിട്ട്, ഒരു സാമ്പിളായിട്ട് ഒരാളെ കൊല്ലണം. ആരെ ചെയ്യുക? തൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ തന്നെ അല്ലാണ്ട് വേറെ ആരെ ചെയ്യുക? മനസ്സിലായി? ഇതാണ് യേശുവിൻ്റെ ഉറ്റ സുഹൃത്തായാലുള്ള ഒരു ഗുണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ സാമ്പിളായിട്ട് നമ്മളെ ഉപയോഗിക്കണത് ശരിക്കുമുണ്ട് അത്. അപ്പോൾ യേശുവിൻ്റെ ഉറ്റ സുഹൃത്ത്, ബാല്യകാല സുഹൃത്തായ ലാസർ, യേശു 12-ാമത്തെ വയസ്സിൽ ജെറൂസലേമിലൊക്കെ പോയപ്പോൾ ഇവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ നസ്രത്തിലെ കുടുംബവും ഈ ലാസറിൻ്റെ വീട്ടുകാരുമായിട്ട് ചെറുപ്പം മുതലേ വലിയ സുഹൃത്തുക്കളായിരുന്നു. അവർ കുടുംബസമേതം ജെറൂസലേമിൽ പോകുമ്പോൾ ബഥാനിയും ജെറൂസലേം തമ്മിൽ 4 കിലോമീറ്റർ ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ, 1 മണിക്കൂർ നടക്കാനുള്ള ദൂരമുള്ളൂ. അവരുടെ വീട്ടിൽ തങ്ങും. അപ്പോൾ ഈ ലാസറും പെങ്ങന്മാരും ഈ ഈശോ വരണം നോക്കിയിരിക്കുകയാണ്. എന്തിനാണ്? അവർക്ക് മാങ്ങ പറിക്കാനും പോകാനും കളിക്കാനും ഒക്കെ ആയിട്ടാണ്. കുട്ടിയും കോലും കളിക്കുന്ന മാതിരിയൊക്കെ അവർ ഈ 12 വയസ്സിൽ ഇവർ സമകാലീനമായിട്ടുള്ള കുട്ടിക്കളിയിൽ ആയിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലുള്ള കളിക്കൂട്ടുകാരനായ ലാസർ, ആ ലാസർ മരിക്കട്ടെ. എന്തിനാണ്? അവനെ ഉയർപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് ലാസറിനങ്ങ് അസുഖമായതോടുകൂടി പെങ്ങന്മാർക്ക് ഭയങ്കര പ്രയാസമായി. അപ്പോൾ ഈ പെങ്ങന്മാർക്ക് ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈശോനോട് പറഞ്ഞാൽ ഉടനെ സുഖപ്പെടുത്തുമല്ലേ. അപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു. ആ പെങ്ങന്മാർ ഒരു മെസ്സഞ്ചറിനെ അയച്ചു, നീ പോയിട്ട് ഈശോനോട് ഇത്രയും പറഞ്ഞാൽ മതി, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, നിൻ്റെ ഉറ്റ സ്നേഹിതനായവൻ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ബാക്കി അദ്ദേഹം ചെയ്തോളൂ. പക്ഷേ അങ്ങേര് തിരിഞ്ഞു നോക്കിയില്ല. അതോടെ പെങ്ങന്മാരുടെ പ്രയാസം ഭയങ്കരമായിട്ട് കൂടി. ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ, അങ്ങനെ ഈ പെങ്ങന്മാർ വിഷമിച്ചു, കരയാൻ തൊട്ട് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ലാസർ മരിച്ചു. ലാസറിനെ അടക്കി. അപ്പോഴും ആൾ വന്നില്ല, ഷാവുടുപ്പിനും ആൾ വന്നില്ല. ഇവർക്ക് ഭയങ്കര പ്രയാസമായി. ഒരുപക്ഷെ അടുത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ഇവരെ അവഹേളിച്ച് കാണും. അപ്പോൾ നമ്മളോട് പറയില്ല, ഇയാൾ ഈ ധ്യാനം മുഴുവനും കൂടി നടക്കുന്ന ആളായിട്ട് എന്താ നിൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നമൊക്കെ എന്ന മാതിരി, നിങ്ങളപ്പടി ഈശോ നിങ്ങളുടെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങേര് രോഗം മുഴുവനുള്ള ആളുകൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിൻ്റെ സഹോദരൻ എന്ത് ചെയ്തു? അയലൊക്കെക്കാരും പരിസരും ഒക്കെ ഒന്ന് ഇവരെ എനിവേ. അങ്ങനെ ഇരിക്കെ 4-ാം ദിവസം ശവം അടക്കി 4-ാം ദിവസം ഈശോ വരികയാണ് സഹോദരൻ. ഇവർ ഈശോനെ കണ്ട വഴി നമ്മളെ മരിച്ച വീട്ടിൽ അടുത്ത ബന്ധുക്കൾ വരുമ്പോൾ ഒരു കരച്ചിലില്ലേ, അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നേ എന്ന് പറഞ്ഞ് കരച്ചു. നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, നീ എവിടെയായിരുന്നു? ഈശോയേ എൻ്റെ മോ മരിച്ചേ, എൻ്റെ സഹോദരൻ മരിച്ചേ. ഈശോ അവരോടൊപ്പം കരഞ്ഞു എന്നാ പറയണേ. അവരോടൊപ്പം
അതൊക്കെ ഭയങ്കര പ്രമാദമായ കാര്യമാണ്. അതാണ് ദൈവവും മനുഷ്യനുമാം. അതാണ് യേശു മനുഷ്യനാണ്, അതോടൊപ്പം യേശു ദൈവമാണ്. അപ്പോൾ യേശുവിൻ്റെ ആ മാനുഷികമായ മനോവേദന അല്ലെങ്കിൽ അവരുടെ വേദന യേശു അങ്ങ് ഏറ്റെടുക്കുക പോലെയാണ്. യേശു കരഞ്ഞു. ബൈബിളിലെ ഒരു പ്രത്യേക വചനമാണിത്. എത്രയാണത്? 11:35. ഏറ്റവും ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമാണിത്. യേശു കണ്ണുനീർ പൊഴിച്ചു എന്നുള്ളത്. അപ്പോൾ അവിടെ യേശുവിൻ്റെ ആ കരച്ചിൽ, അത് കഴിഞ്ഞിട്ട് യേശു പറയാണ് എനിക്കിങ്ങനെയൊന്നും തോന്നാണ്, യേശു അങ്ങനെ കരഞ്ഞു ഇവരോടൊപ്പം. അതോടുകൂടി ഇവരുടെ ഹൃദയം തമ്മിലങ്ങ് ഒന്നായി ഇല്ലേ? അത് കഴിഞ്ഞിട്ട് യേശു ഒരു നിശ്വസിച്ചു, നിൻ്റെ സഹോദരൻ ഉയർക്കും. ഇപ്പം എന്ത് സംഭവിക്കുന്നു? യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് യേശുവിൻ്റെ ദൈവത്വത്തിലേക്ക് ഒരു ട്രാൻസിഷൻ പോലെ തോന്നാണ്. ഇപ്പം ഇല്ലേ? യേശു കരഞ്ഞു, അവർ കരയാണ്, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഈശോ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിൻ്റെ സഹോദരൻ ഉയർക്കും. കണ്ടോ? അവിടെ ഒരു ട്രാൻസിഷൻ കാണുന്നുണ്ട് ഇല്ലേ? ഇവിടെ ഇപ്പോൾ ആരാ ഈ പറയണേ? വെറും മനുഷ്യനാണോ അതോ ദൈവമാണോ? യേശുവിൻ്റെ ദൈവത്വം അങ്ങ് പ്രഭാപൂർണമായിട്ട് പ്രകടമാകാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ മർത്ത പറയണേ, അതെനിക്കറിയാം, അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദ ലോർഡ്. ഇത് തന്നെ ഒരു വലിയ വിശ്വാസമാണ് ഇല്ലേ? നമ്മൾ കാര്യം വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എത്ര പേര് ശരിക്കും ഇത് മനസ്സിലാക്കുന്നു? അന്ത്യദിനത്തിൽ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അങ്ങനെയൊക്കെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കങ്ങ് സീരിയസ് ആയിട്ട് ആരും കണക്കാക്കുന്നില്ല. പക്ഷേ ഇവള് കൃത്യമായിട്ട് അങ്ങ് ബോധ്യത്തോടെ പറയാണ്, എനിക്കറിയാം അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന്. അപ്പോൾ ഇതാണ് യഹൂദരെ സംബന്ധിച്ച് അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ പണ്ടേ മുതൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മക്ബായരുടെ പുസ്തകത്തിൽ ഒരമ്മ 7 മക്കളെയും കൊല്ലാൻ വിട്ടുകൊടുത്തത്. കാരണം നീ ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കരുത്. അത്രയ്ക്ക് കർക്കശമായിട്ട് അവർ നിയമത്തെ പാലിച്ചിരുന്നതെന്ന് മനസ്സിലാക്കണം. നീ അതിനുവേണ്ടി മരിച്ചാലും ദൈവത്തിൻ്റെ നിയമം നീ ലംഘിക്കരുത്. കാരണം മരണമൊന്നുമല്ല, നമ്മൾ അന്ത്യദിനത്തിൽ കാണാനുള്ളവരാണ്. ഒരമ്മ തൻ്റെ 7 മക്കളെയും കൺമുമ്പിൽ വെച്ച് കൊല്ലുന്നത് കാണാനുള്ള ആത്മവീര്യം അവൾക്കുണ്ടായത് അന്ത്യദിനത്തിലെ ഉയർപ്പിലെ നമ്മളെല്ലാം അവിടെ കാണും. അതാണ് ആത്മധൈര്യം. ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യം ഉയർപ്പിലുള്ള വിശ്വാസമാണെന്ന് CCCയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തന്നെ നിങ്ങൾക്കിത് അനുഭവമാവും, നമ്മൾക്കിത് ഇപ്പോൾ അനുഭവമാവും. അപ്പോൾ ഈശോ പറയുകയാണ്, ശ്രദ്ധിക്കണേ, അതെല്ലാവരും വീശേ, ഇപ്പോൾ നിങ്ങൾ ഉറങ്ങരുതേ. അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കും എന്ന് മർത്ത പറഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, ബൈബിളിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവും മറ്റെങ്ങും എഴുതാത്ത ഒരു വചനം എന്താണ്? ഈശോ പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. വായിച്ചോളൂ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇവിടെ മരണം എന്നതിന് 2 അർത്ഥമുണ്ട്. ഒരർത്ഥം ശാരീരികമായ മരണം, മറ്റൊരർത്ഥം ആത്മീയമായ മരണം. മരണം എന്നത് ആത്മാവും ശരീരവും വിട്ടുപോകുന്നതാണ്. എന്നാൽ ആത്മീയ മരണം എന്നത് ഒരുവൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവിൽ നിന്നും ആ പ്രസാദവരം വിട്ടുപോകുന്നു.
അതാണ് ആദത്തിനെ ഹവ്വയ്ക്കും പറ്റിയത്. എന്നാൽ അത് വീണ്ടെടുക്കാനാണ് യേശുക്രിസ്തു വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തിന്മേൽ എന്ന് പറഞ്ഞാൽ പാപം മൂലമുള്ള മനുഷ്യൻ്റെ മരണത്തിന്മേൽ യേശു ആധിപത്യം നേടിയിരിക്കുന്നു. ഇനി ആരും പാപം മൂലം മരിക്കില്ല. ഹിസ്റ്റോറിക്കലായിട്ട് പ്രപഞ്ചത്തിൽ യേശുവിലൂടെ ഹിസ്റ്റോറിക്കലായിട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണത്. ആദിപാപത്തിനെ മൂലമുണ്ടായ സകല പാപത്തിനും യേശു പരിഹാരം ചെയ്തു. ഇനി ആരും പാപം മൂലം മരിക്കില്ല. അതാണ് പല നമ്മൾ ഈ മരിച്ചവരുടെ പാട്ടുകുർബാനയിലും പല പ്രാർത്ഥനയിലും ഇപ്പം ഇവിടെ തന്നെ പറയുന്നത്, അങ്ങനെയുള്ള മരണത്തെ കീഴടക്കിയ അവനിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്നവൻ മരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് മരിക്കില്ല. പാപം ചെയ്താലും മരിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ ലൈസൻസ് ആണ്ടാ, ഇതാ പ്രശ്നം. ഇത് പറയില്ല ആരും. പറഞ്ഞാലോ അയ്യോ. അതാണ് റോമർ 8:10 പറയുന്നത്. എന്താ റോമർ 8:10 പറയുന്നത്? യേശു, അതായത് 11 എന്നാൽ നിങ്ങളുടെ ശരീരം പാപം മൂലം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, കുഴപ്പമില്ല. എന്നാലും ഒരു കോർണറിൽ ഇത് ഇരിക്കട്ടെ. വന്നപ്പോഴും കാലത്ത് ഒന്ന് ഓർത്താൽ മതി. അത് പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല. നമ്മൾ ആ ലെവലിൽ ചിന്തിക്കുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കണത് പാപം മൂലം ശിക്ഷിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് ഇനി കുറച്ച് ഇവിടെ കഴിഞ്ഞാലേ ഇത് മാറുള്ളൂ. പാപത്തെയും പാപത്തിൻ്റെ സകലത്തെയും യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഈശോ പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനം. അതാണ് ഒന്നെല്ലാവരും പറഞ്ഞ്, ഞാനാണ് പുനരുത്ഥാനം. അവിടെ എന്ത് പറഞ്ഞില്ല? ഞാനായിരിക്കും അന്ത്യദിനത്തിലെ പുനരുത്ഥാനം എന്നല്ല പറഞ്ഞത്. അതാണ് വ്യത്യാസം. പ്രസൻറ്റ് ടെൻസിലാണ് പറയണത്. മർത്ത പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ. വെള്ളം എടുത്ത്, ചൂടുവെള്ളം ഇവിടെ ഉണ്ടോ? ഗ്ലാസ് ഇല്ല. ഓക്കെ, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നെനിക്കറിയാം. ഇത് മർത്തയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. ഒന്ന് കൈവീശി കാണിച്ച് ഒന്ന് എല്ലാവരും ഏറ്റു പറഞ്ഞ്, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കും എന്നെനിക്ക് അറിയാം. ആ അറിവ് വലിയൊരറിവാണ് അവിടെ. അപ്പോഴാണ് എല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞ അടുത്തത് ഞാനാണ്. ഈശോ പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ. നിൽക്കട്ടെ. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ഞാനായിരിക്കും അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കേണ്ട എന്നല്ല പറയണത്. ഇല്ലേ? പ്രസന്റ് ടെൻസിൽ പറയുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ അതിൻ്റെ അർത്ഥം? ഐ ആം ദ റിസറക്ഷൻ. അന്ത്യദിനത്തിൽ അവൻ ഉയർക്കും. എന്നാൽ ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ ഇതാ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഐ ആം ദ റിസറക്ഷൻ. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ പുനരുത്ഥാനമാണ് ഞാൻ. അപ്പോൾ ഇതുവരെ അവർ പറഞ്ഞിരുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ ആരെയും വിമർശിക്കാമല്ലോ കേട്ടോ, നമ്മളെല്ലാവരും ഇപ്പോൾ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഇത് മനസ്സിലാക്കണം. യേശു ഒരു രോഗശാന്തി തരുന്നവനാണ് എങ്കിലും അവൻ രോഗശാന്തി തരുന്നവൻ മാത്രമല്ല. രോഗശാന്തിക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ
ഇവര് മാർത്താ മറിയം പറഞ്ഞ മാതിരി നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നാൽ ഈശോ പറഞ്ഞ് പഠിപ്പിക്കാൻ പോകുന്നത് മരിച്ചാലും ഉയർപ്പിക്കുന്നവനാണ് ഞാൻ. പ്രൈസ് ദ ലോർഡ്. അതാണ് ക്രിസ്തു. ഞാനാകുന്നു പുനരുത്ഥാനം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, തുറന്നു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ രണ്ടവസ്ഥയാണത്. രണ്ടാമത് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുകയും, അതായത് യേശുക്രിസ്തുവിലുള്ള ഉത്ഥാനത്തിൽ വിശ്വസിക്കുകയും ആ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിൽ ഇവിടെ ജീവിക്കുകയും ചെയ്യുന്നവൻ മരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് മരിക്കില്ല. ശാരീരിക മരണമല്ല, അവിടെ ആത്മാവിൻ്റെ മരണം. അവന് പാപം ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പാപത്തിൻ്റെ മേൽ ആധിപത്യം നേടിയ കർത്താവ് മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പാപത്തിൻ്റെ മേൽ ആധിപത്യം നേടിക്കഴിഞ്ഞ കർത്താവ് അവൻ്റെ ആത്മാവിൽ ഉത്ഥിതനായിട്ടിരിക്കുമ്പോൾ അവന് പാപം ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ അവൻ പാപം ചെയ്തു പോയാലും അതവൻ്റെ ആത്മാവിനെ തൊടില്ല. ആ അർത്ഥത്തിലാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, വിശ്വാസികളുടെ കൂടെ ഈ അടയാളം ഉണ്ടാകും. അവൻ വിഷം കഴിച്ചാലും അവനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വിഷം കഴിക്കാനല്ല, അവന് പാപത്തിൻ്റെ മേൽ പാപം അവനെ തൊടില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ വിഷം കഴിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു പോയാലും അഡ്വാൻസ് ആയിട്ട് കർത്താവ് അവൻ്റെ ഉള്ളിൽ ഉണ്ട്. അവൻ്റെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും എന്ന് പറയണതിൻ്റെ അർത്ഥം. സാരമില്ല, പിന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ രണ്ട് മരണമാണ്. ഒന്ന്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതായത് അവൻ മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വലിയൊരു കാര്യം സംഭവിച്ചിട്ടില്ല. അവൻ്റെ ആത്മാവ് ജീവിക്കുന്നു, അവൻ്റെ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും അവൻ ജീവിക്കും. അത് ശാരീരികമായ മരണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറയുന്നത് ആത്മീയ മരണം. ഓക്കെ, ഇവിടെ വിശുദ്ധ അഗസ്തീനോസാണ് ഇതിനെക്കുറിച്ചുള്ള ഭയങ്കര പ്രബോധനങ്ങളൊക്കെ നൽകിയിട്ടുള്ളതിൽ പറയുകയാണ്, വിശ്വാസമാണ് അവിടെ. വിശ്വാസം നമ്മുടെ ആത്മാവിൻ്റെ ആത്മാവാണെന്നാണ് പറഞ്ഞത്. ആത്മാവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജീവൻ പകരുന്ന, ശരീരത്തിന് ജീവൻ പകരുന്നത് ആത്മാവാണ്, ഇല്ലേ? മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ മരിച്ചു. ആത്മാവിൽ നിന്ന് ശരീരം വേർപെടുന്നതിനാണ് മരണം. അപ്പോൾ ആത്മാവിൻ്റെ മരണം എന്ന് പറഞ്ഞാലോ, ആത്മാവിൽ നിന്ന് വിശ്വാസം വേർപെടുന്നതാണ് മരണം. കാരണം വിശ്വാസം ആത്മാവിൻ്റെ ജീവനാണ്, ആത്മാവിൻ്റെ ആത്മാവാണ്. ഫെയ്ത്ത് ഈസ് ദ സോൾ ഓഫ് സോൾ. ഫെയ്ത്ത് ഈസ് ദ സോൾ ഓഫ് സോൾ. അപ്പോൾ നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവിൽ ക്രിസ്തു ഉണ്ട്. അവൻ്റെ ആത്മാവിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ മരിക്കില്ല. ഇനി അത് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാർത്ത പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ മാർത്തായുടെ വിശ്വാസം ആ ഒരു രോഗശാന്തിക്കാരനായിരുന്ന യേശുവിൽ നിന്ന് വിട്ട് കംപ്ലീറ്റ് വേറെ ഒരു തലത്തിലേക്ക് ഉയർന്നു. രോഗശാന്തി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിൽ നിന്നും വിട്ട് യേശു അതിനേക്കാൾ ദൈവമേ, അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന യേശു ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു. മലയാളത്തിൽ കണ്ണ് തള്ളി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇല്ലേ? അവൾക്കങ്ങ് എൻ്റെ ദൈവമേ, ഞാൻ എന്തോരം തെറ്റിദ്ധാരണയിലായിരുന്നു. ഇത്രയും വലിയ, അതാണ് നമ്മളാണെങ്കിൽ എന്ത് പറയും, സർവാധിപനാം കർത്താവേ വണങ്ങി നമിക്കുന്നു,
വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്തുകൊണ്ടാ? മർത്യനു നിത്യമഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിന് ഉത്തരക്ഷയുമേകുന്നു. ശരിക്കും എനിക്ക് തോന്നണത് മാർത്ത അതുപോലെ അങ്ങ് പാടിയിട്ടുണ്ടാവും. നീ സർവാധിപനാണ്. കാരണം അന്ത്യദിനത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഒറ്റ ദിവസം കൊണ്ട് ഉയർപ്പിക്കുന്നവനാണ്. പ്രപഞ്ചത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതുവരെയുള്ള എല്ലാ മനുഷ്യരെയും ഉയർപ്പിക്കുന്ന ആ ഉയർപ്പ് എൻ്റെ വീട്ടിൽ വന്നേക്കണം. അവളുടെ വിശ്വാസം യൂദയായിൽ നിന്നും മലമുകളിൽ ചെന്നു. തുടർന്ന് ഈശോ പറയുകയാണ്, എവിടെയാ അവനെ അടക്കിയിരിക്കുന്നത്? അങ്ങനെ അവർ അടന്നു, കല്ലറയുടെ അടുത്ത് ചെന്നു. അപ്പോഴും മാർത്ത വിശ്വാസത്തിൻ്റെ ഒരു തിയറി ക്ലാസ് കഴിഞ്ഞ പ്രതീതിയാണ്. തിയറി കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞ് പോവുകയാണെന്നുള്ള മാതിരിയാണ്. അവിടെ ചെന്നിട്ട് പറയുകയാണ്, ആ കല്ലെടുത്ത് മാറ്റൂ. കല്ലെടുത്ത് മാറ്റണോ? ഇപ്പോൾ 4-ാം ദിവസമാണ്. അപ്പോൾ 3 ദിവസം വരെ ഇവർ കല്ലറ തുറന്ന് അതിൽ ബോഡി എംബാം ചെയ്ത് സുഗന്ധദ്രവ്യം പൂശും. 4-ാം ദിവസം ചെയ്യില്ല. കാരണം 4-ാം ദിവസം ശരീരം അഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പറഞ്ഞിരുന്നത്, 3-ാം ദിവസം ഞാൻ ഉയർത്തുന്നത്. അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കില്ല. എന്നാൽ മറ്റുള്ളവരുടെ എല്ലാം ശരീരം ജീർണിക്കും. കൈവീശിയെന്ന് കർത്താവേ യേശുവേ സ്തോത്രം. ഓക്കെ, ഇപ്പം മാർത്ത പറയാണ്, കർത്താവേ ഇപ്പോൾ ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്നുണ്ടാകും, 4 ദിവസമായി. അപ്പോൾ വീണ്ടും ഈശോ, ഇതാണ് ഈ കൺഫർമേഷൻ എന്ന് പറയുന്നത്. കൺഫർമേഷൻ സ്ഥൈര്യലേപനം എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കണം. അവൾ നേരത്തെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പറയുകയാണ്, കർത്താവേ ഇപ്പോൾ 4-ാം ദിവസം ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. അപ്പോൾ ഉടനെ ഈശോ പറയാണ്, മാർത്ത ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ? എന്താ പറഞ്ഞത്? എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞേ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇതാണ് നമുക്കെല്ലാവർക്കും ദൈവം തന്നിട്ടുള്ള വിശ്വാസത്തിൻ്റെ ദാനമാണത്. ഇത് മർത്തായ്ക്ക് ആര് കൊടുത്തത്? ഈ ദാനം ദൈവം തന്നെ കൊടുത്ത വിശ്വാസത്തിൻ്റെ അകത്തുള്ളതാണത്. അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൻ്റെ അകത്തുള്ളതാണത്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. നമ്മൾ ദൈവമഹത്വം കാണാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിലും അത് ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമുക്കറിയില്ല. അപ്പോൾ ഉടനെ മാർത്ത പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്. അപ്പോൾ വീണ്ടും കർത്താവ് സ്ഥിരീകരിച്ചു, അവൾക്ക് സ്ഥൈര്യലേപനം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൃഢീകരണ സംസ്കാരം എന്നാണ് ഹിന്ദിയിൽ. ഹിന്ദിയിൽ ദൃഢീകരണം എന്ന് പറഞ്ഞാൽ അത് ദൃഢമാക്കി, ദൃഢീകരണ സംസ്കാരം. അവളുടെ ആ വിശ്വാസത്തിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് വിശ്വസിക്കുക മാത്രമല്ല, ഇപ്പോൾ തന്നെ ആ പുനരുത്ഥാനം തന്നെയായ യേശുവിനെ മർത്തായുടെ വിശ്വാസത്തിലൂടെ അവളുടെ സഹോദരനെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് അവൾ വിശ്വസിക്കുകയാണ്. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവം കണ്ടോ. അവിടെ ഒരു കർദിനാളോ പോപ്പോ അപ്പസ്തോലനോ ആരുമല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി. അതാണ് മുമ്പൊരു സ്ഥലത്ത് ഈശോ മത്തായിലൊക്കെ എഴുതിയിരിക്കുന്നത്, മർക്കോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്.
ഹൂസോയെവർ, നിങ്ങൾ ആരെങ്കിലും ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് മാറുക എന്ന് പറയുകയും നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് സംഭവിക്കും. അപ്പോൾ അവിടെ എടുക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും. ആരെങ്കിലും വിശ്വാസമാണ്. മാർപ്പാപ്പയോ കർദിനാളോ ബിഷപ്പോ വൈദികനോ കന്യാസ്ത്രീയോ മാത്രമല്ല, ഒരു സാധാരണ ആ പെണ്ണിനെ പറഞ്ഞില്ലേ, ആ പട്ടികൾക്ക് ഇത് കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. സാധാരണ ആരെങ്കിലും ഞാൻ പോകാണ്, പിന്നെ പട്ടിന്ന് വിളിച്ച ആളോടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ പോകണം, അപ്പോൾ അവിടെ നിന്നും പറഞ്ഞ് പോയേനേ ഇല്ലേ. പക്ഷെ അവൾ പോയില്ല. അതാണ് വിശ്വാസം. എന്നെ പട്ടിന്ന് വിളിച്ചേക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പട്ടിന്ന് വിളിക്കുന്നതിന് വേറെ അർത്ഥമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും 3 പ്രാവശ്യം അവളെ തിരസ്കരിച്ചു. 3 പ്രാവശ്യം അവൾ പറഞ്ഞു, കർത്താവേ, പട്ടി കുഞ്ഞുങ്ങളും യജമാനൻ്റെ മേശയിൽ നിന്നുള്ള അപ്പക്കഷ്ണം കൊണ്ടല്ലേ ജീവിക്കണേ. യേശു ഒന്ന് സൂക്ഷിച്ചു നോക്കി. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ? നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. നീ എന്താഗ്രഹിക്കണോ അത് സംഭവിക്കണം. അപ്പോൾ ഇവിടെ ഇവളോട് പറയാണ്, നീ വിശ്വസിക്കും, ദൈവമഹത്വം കാണും. എന്താണ് അവളോട് വിശ്വസിക്കാം? അവളുടെ അപ്പോൾ ഒരു സാധാരണ ഇവിടെ ആരും അവിടുത്തെ വലിയ നിയമ പണ്ഡിതന്മാരോ അവിടുത്തെ ശാസ്ത്രിമാരോ അപ്പസ്തോലന്മാരോ ഒന്നുമല്ല. ഇവിടെ സാധാരണ മനുഷ്യരാണ്. ഈ റെനേറോ കാന്തലമേസ പോപ്പിൻ്റെ ഹൗസ് ഹോൾഡിൽ നടത്തിയൊരു പ്രഭാഷണത്തിൽ ഒരിക്കൽ പറയണ്ടായി, സഭയിൽ അവിടെയല്ല, വേറെ ഒരു കരിസ്മാറ്റിക്കിൻ്റെ കോൺഫറൻസിലാണ്, സഭയിൽ 2 തരത്തിലുള്ള ശക്തിയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് 2 തരത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, ഒരു അപ്പസ്റ്റോലിക് ഹൈറാർക്കിയിലൂടെ, അതായത് പോപ്പ്, ബിഷപ്പ്, വൈദികനിലുള്ള ഹൈറാർക്കിക്കലായിട്ടുള്ള പ്രവർത്തനം. 2, സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലൂടെ. അത് ഈ യുറേനിയം ഓർ പോലെയാണ്. യുറേനിയം ഓർ എവിടെയാണ് കിടക്കണേ? കുറേ താഴെ കിടക്കണേ ഭൂമിയിൽ, ഇല്ലേ? അത് ഖനി ചെയ്ത് എടുത്ത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈ യുറേനിയം ഓർ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് സാധാരണ മനുഷ്യരുടെ പവർ. സഭയിൽ സാധാരണ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ യുറേനിയം ഓർ പോലെയാണ്. അതിനെ ശുദ്ധീകരിച്ച് ഖനിച്ച് ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശക്തി എന്തായിരിക്കും? ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പോലെ ആയിരിക്കും അവരാണ്. പ്രൈസ് ദ ലോർഡ്. എനിവേ, കൂടുതൽ വിശദമായി പോകുന്നു. നമ്മളിപ്പോൾ പോകേണ്ടത് ഇവിടെയാണ്. മാർത്ത പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എന്താ ഉണ്ടാകാൻ പോണെന്ന് നോക്കി. പുനരുത്ഥാനവും ജീവനും, അതായത് അന്ത്യദിനത്തിൽ നടക്കാനിരിക്കുന്ന പുനരുത്ഥാനം നടത്തുന്നവൻ ഇപ്പോൾ മാർത്തായുടെ വീട്ടിൽ മരിച്ച് 4 ദിവസമായി ചീഞ്ഞ ലാസറിൻ്റെ കുഴിമാടം മാർത്തായും മറിയവും അടുത്ത് അവർ വിശ്വസിക്കുന്നു. ഈ യേശു അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവനാണെന്നും അവന് ആ ഉയർപ്പ് എന്നുള്ള ശക്തിയിൽ എന്നും അവൻ്റെ കയ്യിലുണ്ട് ആ ശക്തി. കാരണം അവൻ അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അപ്പോൾ നമ്മൾ പറയാണ്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോമിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ, ആ അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന വിശ്വാസത്തോടെ, ആ അന്ത്യദിനത്തിന് ശേഷം സ്വർഗരാജ്യത്തിൻ്റെ സമ്പൂർണതയിൽ നാം എല്ലാവരും മഹത്വീകരിക്കപ്പെടും എന്ന വിശ്വാസത്തോടെ ആ ഉയർപ്പ് നൽകുന്ന ആ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നമ്മൾ ഈ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്.
അതുപോലെ തന്നെയാണ് ഇവിടെ ഇവൾ വിശ്വസിക്കുന്നത്. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന യേശു ഇതാ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഐ ആം പ്രസന്റ് ടെൻസ്. അതേ ശക്തിയുമായിട്ടാണ് നിൽക്കുന്നത്. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ യേശുവിലൂടെയുള്ള ഉയർപ്പിൻ്റെ ശക്തി കൊണ്ട് ചീഞ്ഞ എൻ്റെ സഹോദരൻ ഉയർക്കുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, ഒരു ഭാഗം കഴിഞ്ഞു. മാർത്തയ്ക്ക് ആവശ്യമായിരിക്കുന്നൊരു വിശ്വാസമാണത്. ഇനി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കേട്ടോ, ഈശോ പ്രാർത്ഥിക്കുന്നു. അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ എന്നാൽ ശബ്ദമുയർത്തി ഇപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അറിയാനും, ഞാനാണ്, അങ്ങാണ് എന്നെ അയച്ചതെന്ന് അവരറിയണം. ലാസറേ, പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ലാസറിൻ്റെ ആത്മാവ് ലാസറിൽ തിരിച്ചു വന്നോ ഇല്ലയോ? ലാസറിൻ്റെ ചീഞ്ഞ ശരീരത്തിൽ ഈ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ആ ചീഞ്ഞ ശരീരം ജീവനുള്ളതായിട്ട് മാറുന്നു. ഒന്നും ചിന്തിച്ചു നോക്കും. അതിൻ്റെ രക്തം മുഴുവനും ചത്ത രക്തത്തിന് പുതുജീവനുണ്ടാകുന്നു. രക്തധമനികൾക്ക് ജീവനുണ്ടാകുന്നു. രക്തധമനികളിൽ രക്തം നിറയ്ക്കുന്നു. ഹൃദയത്തിൻ്റെ ഇടിപ്പ് തുടങ്ങുന്നു. എന്തെല്ലാം സംഭവങ്ങൾ അവിടെ നടക്കണു. ലാസർ പുറത്തു വരുന്നു. ഇതിൽ നിന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് 1002-ാമത്തെ ഖണ്ഡിക വായിക്കാം. ഇപ്പോൾ CCC 1002-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ, അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ, മറ്റൊരു വിധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. കണ്ടിന്യൂ. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്നെല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തി അതൊന്ന് ഏറ്റുപറഞ്ഞ് അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്ന് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് ക്രിസ്തീയ വിശ്വാസം. അതായത് ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് ഉത്ഥാനത്തിൻ്റെ ആത്മാവാണ്. ഉത്ഥിതനായ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഉത്ഥാനത്തിൻ്റെ ആത്മാവിൽ നമ്മൾക്ക് നൽകിക്കൊണ്ട് ജ്ഞാനസ്നാനത്തിൽ നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർക്കുന്നു. അതിനാണ് സിംബോളിക്കലായിട്ട് മുക്കുന്നത്. മുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തിൽ മുങ്ങി. എന്നിട്ട് മുങ്ങിയിരിക്കുകയാണോ നമ്മൾ? പൊങ്ങുന്നത് ഉയർക്കുന്നതിൻ്റെ അടയാളമാണ്. അങ്ങനെ മാമോദീസായിലൂടെ ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ ഉയർത്തും. അപ്പോൾ മാമോദീസ മരണത്തിലും ഉത്ഥാനത്തിലും ഉള്ള പങ്കാളിത്തമാണ്. മരണത്തിലും ഉത്ഥാനത്തിലും അങ്ങനെയുള്ള ആ ഉത്ഥാനത്തിൻ്റെ, അപ്പോൾ യേശുവിൻ്റെ അന്ത്യദിനത്തിൽ ഉള്ള ഉത്ഥാനത്തിൻ്റെ മുൻകൂർ അനുഭവമാണ് ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ്. എല്ലാ ക്രിസ്ത്യാനിയിലും ഉള്ള പരിശുദ്ധാത്മ അനുഭവം ആ ഉത്ഥിതനായ ക്രിസ്തു. അങ്ങനെയാണ് ഈ റോമർ 8:11 പറയണത്. ഇത് പണ്ട് ഒരുപാട് നമ്മൾ പറയാറുള്ള വചനമാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും.
യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് ആ ആത്മാവിൻ്റെ സ്വഭാവേനയുള്ള പ്രവർത്തനം എന്താണ്? നമ്മളിലുള്ള എല്ലാ മർത്യതയെയും അകറ്റി